അപ്പൊ എന്താണ് ആ ഹൃദയത്തിന്റെ മെഡിസിൻ? ദവാ കൽബിൻ ഹംസത്തുൻ, 5 അത് ഏതൊക്കെയാണ്? ഒന്ന്, ഫത്തിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. ബിതദബ്ബുരിൽ മഅന, അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് അത് പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്താൽ തന്നെ നല്ലൊരു മെഡിസിനാണ്. അള്ളാഹുവിന്റെ കലാമാണെന്നും അള്ളാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യ നന്മക്കാണെന്നും അതിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നരകത്തെ പറ്റി അള്ളാഹു തആല താക്കീത് നൽകിയിട്ടുണ്ട്. നല്ല നല്ല നന്മകൾ മനുഷ്യരാശിയുടെ മാർഗദർശനമായി അതിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി ഖുർആനിന്റെ സാരം ഉൾക്കൊണ്ട് അത് വിശുദ്ധ ഖുർആനാണ് എന്ന വിചാരത്തിൽ അതിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. അത് ഹൃദയത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ മെഡിസിനാണ്. വിശുദ്ധ റമദാൻ മാസത്തിലാണ് ഏറ്റവും അധികം ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ടത്. വിശുദ്ധ റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. റമദാനിന്റെ ശ്രേഷ്ഠതയായി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്ന നിലയിൽ തന്നെ ഖുർആനുമായി അഭേദ്യമായ ബന്ധമാണ് വിശുദ്ധ റമദാൻ മാസത്തിലുള്ളത്. ധാരാളം പാരായണം ചെയ്യപ്പെടണം. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഖുർആനുമായി ബന്ധപ്പെടേണ്ട മാസമാണ് റമദാൻ. ആ ഖുർആൻ പാരായണം കൊണ്ട് ഹൃദയത്തെ തെളിയിച്ചെടുക്കാൻ, ഹൃദയത്തെ നന്നാക്കാൻ, ഹൃദയത്തെ സംശുദ്ധമാക്കാൻ കഴിയും. ഹൃദയത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ മെഡിസിനാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. വലിൽ ബത്നിൽ ഖലാ, വലിൽ ബത്നിൽ ഖലാ, രണ്ടാമത്തെ മെഡിസിനാണ് വയറ് കാലിയാക്കുക. അതെന്നെ നോമ്പ്. കേവലം ഒരു പട്ടിണിയല്ലല്ലോ നോമ്പ്. അത് അതിൻ്റെതായ നിയമപ്രകാരം ചിട്ടയോടുകൂടെ അനുഷ്ഠിക്കുന്ന ഒന്നാണ്, ഒരു ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. ആ നോമ്പിലൂടെ വയറ് പട്ടിണിയാണ്. 14 മണിക്കൂറോളോ അല്ലെങ്കിൽ 14 മണിക്കൂറിലധികമോ ഉമിനീരല്ലാത്ത വേറൊന്നും അകത്തേക്ക് പ്രവേശിക്കാത്ത വിധത്തിൽ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികൾ നോമ്പ് കൈകാര്യം ചെയ്യുന്നത്. കഫത്തിന്റെ ഒരു അംശമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മോണ പൊട്ടിയിട്ട് രക്തം കലർന്ന ഉമിനീരാണെങ്കിലോ പോലും അത് ഇറക്കാതെ തുപ്പിക്കളഞ്ഞുകൊണ്ട് തീർത്തും റമദാൻ മാസത്തിൽ വയറിനെ കാലിയാക്കുക എന്നുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കും.